2023 കർണാടകയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ BJPക്ക് വലിയ തിരിച്ചടി ഉണ്ടായി. കോൺഗ്രസിന് കർണാടകയിൽ ഒരു പുനർജന്മമുണ്ടായി. ആ പുനർജന്മം ഒറ്റയ്ക്ക് വലിയ ഭൂരിപക്ഷത്തിൽ കർണാടകയിൽ കോൺഗ്രസ് തിരിച്ചു വരുന്നു. വന്നപ്പോൾ തന്നെ എല്ലാ കോൺഗ്രസ് സംസ്ഥാനങ്ങളിലും ഉണ്ടാകുന്നത് പോലെ കേരളത്തിൽ നമ്മൾ കണ്ടതാണ്. വലിയ ചർച്ച അവിടെ വന്നു. ആരായിരിക്കും മുഖ്യമന്ത്രി? അവിടെ യഥാർത്ഥത്തിൽ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോയത്, സംഘടനാപരമായി വിവിധ സാമൂഹ്യ വിഭാഗങ്ങളെ കൂട്ടി നിർത്താനും MLA-മാരെ ഒരുമിച്ച് നിർത്താനും തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കാനും സർവോപരി തെരഞ്ഞെടുപ്പിന് ആവശ്യമായ ധനം എത്തിക്കാനും നിർണായകമായി നിന്നത് DK ശിവകുമാറാണ്. DK ശിവകുമാർ ശക്തനായ കർണാടകത്തിൽ ഒരു നേതാവാണ്. അദ്ദേഹം സമ്പന്നനാണ്, വലിയൊരു ബിസിനസ്സുകാരനാണ്. അതുകൊണ്ട് DK ശിവകുമാർ മുഖ്യമന്ത്രിയാവും എന്നൊരു തോന്നൽ കർണാടകയിൽ തുടക്കം മുതൽ ഉണ്ടായി. എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മുഖ്യമന്ത്രിയെ നിശ്ചയിക്കേണ്ട ഘട്ടം വന്നപ്പോൾ അവിടെ MLA-മാരുടെ പിന്തുണ, അതുപോലെ മറ്റു രീതിയിലുള്ള കാര്യങ്ങൾ എല്ലാം പരിഗണിച്ച് പരിണിതപ്രജ്ഞനായ സിദ്ധരാമയ്യ എന്ന ജനകീയനായ ലളിത ജീവിതം നയിക്കുന്ന നേതാവിന് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടി. നമ്മൾ മനസ്സിലാക്കുന്നത്, വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്, അത് പാതി കാലത്തേക്കുള്ള മുഖ്യമന്ത്രി സ്ഥാനമാണ് എന്നാണ്. 2.5 വർഷം സിദ്ധരാമയ്യയും രണ്ടാമത്തെ 2.5 വർഷം DK ശിവകുമാർ മുഖ്യമന്ത്രിയാവുക എന്ന് പറഞ്ഞാൽ അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് താരതമ്യേന ചെറുപ്പക്കാരനായ DK ശിവകുമാറിന്റെ നേതൃത്വത്തിലായിരിക്കും. ഭരണമൊന്ന് സെറ്റിലാക്കി 2.5 വർഷം മുമ്പോട്ട് കൊണ്ടുപോകാൻ സിദ്ധരാമയ്യയെ നിയോഗിച്ചു. അവിടെ മുറുമുറുപ്പുകൾ ഉണ്ടായിരുന്നു. 2.5 വർഷം ആകുന്ന ദിവസം വരെ കാത്തിരുന്നു. പക്ഷെ 2.5 വർഷം കഴിഞ്ഞിട്ടും മാറ്റമൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള അസ്വസ്ഥത അവിടെ ഉണ്ട് എന്ന് വ്യക്തമായിരുന്നു. പക്ഷെ BJP പ്രതീക്ഷിച്ച പോലെ കോൺഗ്രസിനെ കൂട്ടത്തോടെ BJPയിലേക്ക് കൊണ്ടുപോകാൻ അവർക്ക് അന്ന് പറ്റിയില്ല. അതുകൊണ്ട് അവർ കോൺഗ്രസിൽ ഉറച്ചു നിന്നു. കോൺഗ്രസിനെ ഭൂരിപക്ഷം ഇൻടാക്റ്റായി തുടർന്നു. പക്ഷെ 2.5 വർഷം കഴിഞ്ഞ് ഈ മുറുമുറുപ്പ് തുടങ്ങിയപ്പോൾ കർണാടകയിൽ നേതൃമാറ്റം വേണം എന്ന ആവശ്യം ശക്തമായി ഉയർന്നു വരികയും അങ്ങനെ ഉയർന്നു വന്ന ആ നേതൃമാറ്റത്തിന്റെ ഫലമായി DK ശിവകുമാർ വരണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷെ ആ ഘട്ടത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന് ചില പരിമിതികൾ ഉണ്ടായിരുന്നു. അതിലൊന്ന് കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പാണ്. കേരളത്തിലെ തെരഞ്ഞെടുപ്പിന്റെ വലിയ ചർച്ച നടക്കുന്ന ഘട്ടത്തിൽ കർണാടകയിലെ മുഖ്യമന്ത്രിയെ മാറ്റുക എന്ന് പറഞ്ഞാൽ അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. കാരണം കേരളവും കർണാടകവും അടുത്താണ്. കോൺഗ്രസിന്റെ ഒരു ഇൻഡിസീസിനസ് അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് തീരുമാനം ഇങ്ങനെ മാറ്റുന്നതിലുള്ള ഒരു പ്രശ്നം വന്നേക്കാം. ആ അർത്ഥത്തിലാണ് അന്ന് മാറ്റാതിരുന്നത്. ഇപ്പോൾ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഇവിടെ മുഖ്യമന്ത്രിയായി, മറ്റു സംസ്ഥാനങ്ങളിലെ കഴിഞ്ഞു, ബംഗാളും ആസാമും തമിഴ്നാടും. ഇവിടെ മുഖ്യമന്ത്രി സ്ഥാനം മാറാം എന്ന് ഹൈക്കമാൻഡ് തീരുമാനിക്കുന്നു. ആ റിക്വസ്റ്റ് അനുസരിച്ചാണ് തീർച്ചയായും DK ശിവകുമാറിന് 2028 തെരഞ്ഞെടുപ്പ് വരെ ഉള്ള കാലം DK ശിവകുമാറിന് കൊടുക്കുന്നു. എന്ന് പറഞ്ഞാൽ അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന DK ശിവകുമാറാണ്. ഇത് കോൺഗ്രസിന് പോസിറ്റീവാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിന് പല രീതിയിലുള്ള കാരണങ്ങളുണ്ട്. ഒന്ന്, നേരത്തെ പറഞ്ഞതുപോലെ നല്ലൊരു ഇലക്ഷൻ മാനേജറാണ്, നല്ല സംഘാടകനാണ്, സർവോപരി സമ്പന്നനുമാണ് DK ശിവകുമാർ. അല്ലെങ്കിൽ പണം ആവശ്യമുള്ളവർക്ക് പണം എത്തിച്ച് അവരെ വിജയിപ്പിക്കാൻ തക്കവണ്ണം സംഘടനാശേഷി ഉണ്ടാക്കാൻ. അതുപോലെ തന്നെ കർണാടകയിലെ സാമുദായിക സമവാക്യങ്ങളുടെ കണക്കെടുത്താലും DK ശിവകുമാറിനാണ് അപ്പർ ഹാൻഡ് ഉള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ DK ശിവകുമാർ ആയിരിക്കും അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ നയിക്കാൻ നല്ലത് എന്നൊരു തോന്നലുണ്ട്. രണ്ടാമത്, കോൺഗ്രസ് അല്ലാതെ അവിടെ വരുന്ന പ്രതിപക്ഷങ്ങൾ, പ്രത്യേകിച്ചും BJP ആണ്, മറ്റൊന്ന് ജനതാദളാണ്. ഈ രണ്ട് കക്ഷികളും വളരെ ദുർബലമാണ് കർണാടകയിൽ. BJPക്ക് നല്ലൊരു നേതാവില്ല. യെഡിയൂരപ്പയ്ക്ക് ശേഷം ഉയർത്തിക്കാട്ടാൻ കഴിയുന്ന ഒരു നേതാവില്ല എന്നൊരു പ്രശ്നമുണ്ട്. മാത്രമല്ല അവരുടെ സംഘടനാശേഷിയും പഴയ പോലെ ഫലിക്കുന്നില്ല. അവരെ കുറെ കാലം സഖ്യകക്ഷിയായിരുന്ന ജനതാദൾ വലിയ തോതിലുള്ള തകർച്ചയെ നേരിട്ടു. കാരണം മതേതരത്വത്തിന്റെ വക്താക്കളാണ് തങ്ങൾ എന്ന് അഭിമാനത്തോടെ പറഞ്ഞിരുന്ന ജനതാദൾ BJPയുടെ കൂടെ കൂടിയതോടുകൂടി അവരുടെ ആ വിശ്വാസം നഷ്ടപ്പെട്ടു.
അതുകൊണ്ട് തന്നെ BJP വിരുദ്ധ വോട്ടുകൾ ജനതാദളിൽ നിന്ന് കോൺഗ്രസിലേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടി. BJPക്കും സംസ്ഥാനത്ത് ആകെ ഉയർത്തിക്കാട്ടാൻ കഴിയുന്ന ഒരു നേതാവില്ലാത്ത അവസ്ഥ വന്നു. ഇതെല്ലാം കൂടി ചേരുമ്പോൾ കർണാടകയിൽ കോൺഗ്രസിന് അനുകൂലമാകാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. അത് മുതലെടുക്കണമെങ്കിൽ ശക്തനായ ഒരു നേതാവ് അവിടെ വേണം. അതിന് സമ്പത്തിന്റെ പിൻബലം വേണം, ആളുകളുടെ പിൻബലം വേണം, സംഘടനയുടെ പിൻബലം വേണം. ഇതൊക്കെ കണക്കിലെടുത്തായിരിക്കണം കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വം DK ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കാൻ തീരുമാനിച്ചത്. തീർച്ചയായും അത് കോൺഗ്രസിന് ഗുണകരമാവും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്.